ബാക്ക് സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ സൂചി കുത്തി എടുത്തതിന് ശേഷം ഒരു 0.5 അല്ലെങ്കിൽ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അകലത്തിൽ സൂചി കുത്തി ഇറക്കുക. രണ്ടാമത്തെ പോയിൻ്റിൽ നിന്ന് ഇതേ അകലത്തിൽ സൂചി കുത്തിയെടുത്ത ശേഷം ആദ്യത്തെ നോട്ട് പോയിൻ്റ് അവസാനിക്കുന്ന ഹോളിൽ തന്നെ സൂചി കുത്തിയിറക്കുക. മൂന്നാമത്തെ പോയിൻ്റിൽ നിന്ന് അതേപോലെ സൂചി കുത്തിയെടുത്ത ശേഷം രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ അവസാനത്തെ ഹോളിൽ തന്നെ സൂചി കുത്തിയിറക്കി കൊടുക്കുക. സൂചി കുത്തി ഇറക്കുന്നത് സെയിം ഹോളിൽ തന്നെ ആയിരിക്കണം. അതേപോലെ ഇടയിലുള്ള ഗ്യാപ്പും സെയിം ആയിരിക്കണം. ഒരുവിധ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അടുത്തത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെയല്ല, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ആദ്യത്തെ പോയിന്റിൽ നിന്ന് സെയിം ആയിട്ട് സൂചി നമ്മൾ കുത്തിയെടുക്കുക. കുത്തിയെടുത്തിട്ട് അതേ പോയിന്റിൽ തന്നെ സൂചി കുത്തിയിറക്കുക. മുഴുവനായിട്ടും ത്രെഡ് ഉള്ളിൽ പോകാൻ പാടില്ല. ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് സൂചി വലിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെയിൻ പോലെ ഇത് കിട്ടും. സെയിം ഹോളിനുള്ളിൽ കൂടെ വീണ്ടും ത്രെഡ് ഉള്ളിലേക്ക് എടുത്ത ശേഷം മുഴുവനായിട്ട് ചെയ്യാൻ പാടില്ല. ഈ ത്രെഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സൂചി കുത്തിപ്പൊക്കി എടുക്കുക. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടുത്ത സ്റ്റീം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ പോയിന്റിൽ നിന്ന് സൂചി കുത്തിയെടുത്ത ശേഷം രണ്ടാമതൊരു 0.5 വ്യത്യാസത്തിൽ സൂചി കുത്തിയിറക്കുക. മുഴുവനായിട്ട് കുത്തിയിറക്കാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് സൂചി എടുത്ത ശേഷം ഈ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റിൻ്റെ ഇടയിലൂടെ സൂചി കുത്തി ഇറക്കി കൊടുക്കുക. നാലാമത്തെ പോയിന്റിൽ നിന്ന് സൂചി കുത്തിയെടുത്ത ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റിൻ്റെ ഇടയിലൂടെ സൂചി മെല്ലെ താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റീം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.